ഇന്നേ ഒരു 2 ക്യാരറ്റും കുറച്ച് നമ്മുടെ ചിക്കനും വെച്ചിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഈവനിങ്ങിൽ. അപ്പോൾ ഈ മഴയൊക്കെ അല്ലേ, മഴയത്ത് സൂപ്പ് കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂപ്പ് കുടിക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് കുറച്ച് റാഗിയുടെ പൗഡറാണ്, അത് വെള്ളത്തിൽ കലക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിൽ കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തൊന്ന് മൊരിയിച്ചെടുക്കണം. നന്നായി അങ്ങോട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. അത് അപ്പോഴാണ് ആ ഫ്ലേവർ വരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് വലുതായി പോയി, ഇഞ്ചി വളരെ ചെറുതായിട്ടും പോയി, അതുണ്ടായേ. എന്തായാലും നന്നായി മൊരിഞ്ഞ് വരണം, നല്ല സ്മെല്ലൊക്കെ വരില്ലേ. അപ്പം നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ചിക്കൻ കുക്കറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ കുറച്ചൊന്ന് അടി പിടിച്ചു. അങ്ങനെ ചിക്കൻ്റെ സ്റ്റോക്കിനൊരു കറുത്ത കളറായി. പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് എടുത്തു. അപ്പോൾ അതെ, നമ്മൾ ക്യാരറ്റ് ഇട്ടൊന്ന് നന്നായി വഴറ്റുണ്ട് കേട്ടോ. ഞാൻ ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ച കാരണം പിന്നെ ഇപ്പോൾ ഉപ്പിടുന്നില്ല, നോക്കിയിട്ട് ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉപ്പ് രസം കൂടി അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അത് കാരണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റുക, ഇങ്ങനത്തെ പരിപാടി നന്നായി വഴറ്റുക എന്നുള്ളതാണ്. നന്നായി മുരിഞ്ഞ് വരുമ്പോൾ അതെ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ആ ചിക്കൻ അങ്ങോട്ട് പിച്ചി ചീന്തി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നന്നായി ഇനിയൊന്ന് തിളച്ച് വരണം. നന്നായി തിളച്ച് വരുമ്പോൾ പിന്നെ അതിലേക്ക് ചിക്കൻ്റെ ആ പീസ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്തു. നന്നായി ഒന്ന് മിക്സ് ആവട്ടെ. ഞാൻ ഈ ചീഞ്ചട്ടി എടുത്തത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു പാൻ എടുക്കാണ്ട, കട്ടിയുള്ള ഒരു പാത്രം വേണമെന്ന് മാത്രമേ ഉള്ളൂ അതിൽ. പിന്നെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ നമ്മുടെ റാഗി പൗഡർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അതാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അത് പൊട്ടയാന്ന് എല്ലാവരും പറയുന്നുണ്ട്, സോയാ സോസ് അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്, അത് കാരണം ഞാൻ ഇടുന്നത് സൂപ്പിൽ പ്രത്യേകിച്ച്. അതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന റാഗി പൗഡർ ഒരു സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ. അധികം കട്ടിയിലല്ല ഇത് ഞാൻ തയ്യാറാക്കണേ. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഇപ്പോൾ നല്ല കൊഴുത്തിട്ട് ഇങ്ങനെ വരണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കാം, റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സ്പൂൺ മാത്രമേ ചേർത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ സൂപ്പ് തയ്യാറായി.